അത്യുജ്വല വിജയമാണ് LDF നേടിയത്. കേൾക്കുന്നില്ല? ഉദുമ മണ്ഡലത്തിൽ അത്യുജ്വല വിജയമാണ് LDF നേടിയത്. 13,322 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ബൂത്തുകളിൽ നിന്ന് കിട്ടിയ കണക്ക് പ്രകാരം 4,500ഓളം വോട്ടിന് ജയിക്കും എന്നായിരുന്നു. കഴിഞ്ഞ വർഷം കിട്ടിയ ആ വോട്ട് ഇത്തവണയും കിട്ടും. അതിനപ്പുറം വലിയ പ്രതീക്ഷിക്കേണ്ട, ചെറിയ വേരിയേഷൻ ചിലപ്പോൾ അപ്പുറം സംഭവിക്കാം എന്നാണ്. എന്നാൽ സർവേ കണക്കുകളെല്ലാം വന്നപ്പോൾ ചില സർവേ റിപ്പോർട്ട് പ്രകാരം ഉദുമ തോക്കും എന്ന് പറഞ്ഞപ്പോൾ തോക്കും എന്ന് നമുക്ക് തോന്നിയില്ല. ഭൂരിപക്ഷം പിന്നെയും കുറയുമോ എന്നൊരു സംശയമാണ് വന്നത്. പക്ഷേ വോട്ട് എണ്ണി വന്നപ്പോൾ ചെമ്മനാട് പഞ്ചായത്തിൽ നിന്നാണ് ആദ്യത്തെ വോട്ടിൻ്റെ എണ്ണം തുടക്കം കുറിക്കുന്നത്. 42 ബൂത്തുകൾ ചെമ്മനാട് പഞ്ചായത്താണ്. പിന്നെ മുടിയാറ്, അല്ലെങ്കിൽ ദേലമ്പാടി, പിന്നെ നേരെ പോകുന്നത് ഉദുമക്കാണ്, ഉദുമ പള്ളിക്കരയിൽ നിന്ന് നേരെ പോകുന്നത് വേടൻ, അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പുല്ലൂർ പെയ്യ, ലാസ്റ്റാണ് കുട്ടികൾ പഞ്ചായത്തിന് വന്നത്. ഈ ചെമ്മനാട് പഞ്ചായത്തും മുടിയാർ പഞ്ചായത്തും എണ്ണിയപ്പോൾ 4,000 വോട്ടാണ് UDFന് മുന്നിൽ നിൽക്കുന്നത്. അത് അവരുടെ പ്രതീക്ഷാ വോട്ടിൻ്റെ പകുതി പോലും ആകുന്നില്ല. അതോടുകൂടി UDF യഥാർത്ഥത്തിൽ കളം വിട്ടു. പിന്നീട് പള്ളിക്കരക്കെത്തുമ്പോൾ 1,000 വോട്ടിന് LDF മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥിതി വന്നു. തുടർന്നങ്ങോട്ട് പിന്നെ പറഞ്ഞിട്ട് 9,000 വന്നു. പുല്ലൂർ പേര് വന്നപ്പോൾ 11,000 കുറ്റിക്കോൽ പഞ്ചായത്താണ് 13,000 കടന്നു. പക്ഷേ നമ്മുടെ ചില മീഡിയാസ് ഈ ഉച്ചയ്ക്ക് ശേഷം ഈ 4,000 തന്നെ UDF 4,000 മുന്നോട്ട് തന്നെ ഒരിക്കലും LDFന് മുന്നോട്ട് വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കിട്ടും. അത് അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും അത് പക്ഷേ ഈ ഘടനയൊന്നും ആളുകൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അത് ആളുകളെ അല്പം ഉത്കണ്ഠപ്പെടുത്തിയിരുന്നു. ആ ഉത്കണ്ഠയുണ്ടെങ്കിൽ അതൊക്കെ ഒരു നൈമിഷികമായി മാത്രം ഉണ്ടാകുന്ന പ്രശ്നമാണ്. വലിയ തോതിലുള്ള വിജയമുണ്ട്. ആ വിജയത്തിൻ്റെ പിന്നെ LDFിൻ്റെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങൾ, LDF എന്നതിൽ അല്ലെങ്കിലും വ്യക്തിപരമായി മറ്റും പിന്നെ പലതരത്തിലുള്ള വോട്ട് നല്ല തോതിൽ ആളുകൾ തന്നെ സഹകരിച്ചു എന്നതിന് തെളിവാണ്. ഏകദേശം 9,000-നും 10,000-നും ഇടയിൽ വോട്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടാണ് അത്രയും നല്ല ഒരു ഭൂരിപക്ഷം ലഭിച്ചതെന്നാണ്. ഭൂരിപക്ഷം കിട്ടിയതുപോലെ അർത്ഥം കൂടുതൽ ഉത്തരവാദിത്തം വോട്ടോടുകൂടി പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ മണ്ഡലത്തിൽ ഇപ്പോൾ തുടങ്ങി ഈ വിജയം എന്തുകൊണ്ട് എങ്ങനെ നേടി ഞാനതിൽ കാണുന്നത്, ഒന്ന് കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ കാലത്ത് നടത്തിയ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും കിട്ടിയ വോട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ വോട്ടുണ്ട്. മണ്ഡലത്തിൽ MLA കുതിരാമണ്ഡലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വോട്ടുണ്ട്. വ്യക്തിപരമായി ആ നാട്ടുകാരുടെ നിലയിൽ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ഇവരെല്ലാമായി നല്ല തോതിൽ വലിയൊരു സുഹൃത്ത് വലയമുണ്ട്. നമ്മളെല്ലാം സഹായിച്ചവരെടുക്കാൻ പറ്റില്ല. ഇത് 3 ഫാക്ടറാണ് ജയിക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത്രയും വോട്ട് ജയിക്കാനല്ല, ഇത്രയും വോട്ട് കിട്ടാനുള്ള കാരണമായി തോന്നുന്നത്. ഇനി മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രഥമ പരിഗണന ഞാൻ നൽകുന്നത് ആരോഗ്യ മേഖലയാണ്. കാരണം ഇന്നത്തെ നിലയിൽ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഓക്സിജൻ പ്ലാന്റിനെ സംബന്ധിച്ച് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഓക്സിജൻ പ്ലാന്റ് അടിയന്തരമായി പൂർത്തിയാക്കാൻ ജില്ലാ പഞ്ചായത്തിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കും. 2 ടാറ്റ ആശുപത്രി നമുക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്, കെട്ടിടം പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആകണമെങ്കിൽ വലിയ ഇടപെടൽ പോകണം. അവിടെ ഒരു ഹോസ്പിറ്റൽ, ഒരു നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരത്തക്ക നിലയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടുന്ന ആദ്യം വേണ്ടത് ജീവനക്കാരാണ്, ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും വേണം. കഴിഞ്ഞ ഗവൺമെൻറ് അതിന് കുറേ പിന്നെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡ് ആശുപത്രി എന്ന നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിനെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റി എന്തെല്ലാം സംവിധാനങ്ങളാണോ വേണ്ടത് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമാവധി അടിയന്തരമായി പരിശ്രമിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ പദ്ധതികൾ ആവശ്യമുണ്ട്. അതൊന്ന് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ബാബിക്കര കുടിവെള്ള പദ്ധതി തടയണ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തടയണ പൂർത്തീകരിച്ച തടയണയുടെ ഫലമായി കാസർഗോഡുകാർ ഇത്തവണ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല. അതൊരു വലിയ നേട്ടമാണ് കാസർഗോഡുകാർക്ക്. കേരളത്തിൽ LDF ഗവൺമെൻറ് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് കുടിവെള്ള പദ്ധതി, ഈ തടയണ. അപ്പോൾ കാസർഗോഡ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമായി.
ഇപ്പോൾ ആ തടയണ വന്നപ്പോൾ നല്ല കാച്ച്മെൻ്റ് ഏരിയയിൽ നല്ല വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളം കിടക്കുന്നുണ്ട്. ആ വെള്ളത്തെ നമുക്ക് മറ്റ് പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളമായാലും കൃഷിയായാലും അതിനെന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ച് ആ വെള്ളത്തെ ഉപയോഗിക്കാൻ കഴിയുമോ അത് എല്ലാം ഇനി ആലോചിച്ച് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കും. ടൂറിസം മേഖലയിലെ ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ നമ്മുടെ ബേക്കൽ ടൂറിസം. അപ്പോൾ ആ ബേക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുത്ത് കുറച്ചും കൂടി ഈ കോവിഡ് കാലം ഒന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ മൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കൽ ടൂറിസത്തെ ഒന്ന് ശക്തിപ്പെടുത്തണം. ബേക്കൽ ടൂറിസ്റ്റ് സ്പോട്ടിൽ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കണം. ഇപ്പം ഞാൻ കാണുന്നത് വർഷത്തിലൊരു മേളയെങ്കിലും സംഘടിപ്പിക്കേണ്ട കിട്ടുന്നത് അതിന് വിപുലീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം നടക്കുമെന്ന് നോക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭാവിക്കര തടയണ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്. കാരണം പിന്നെ അത് മനോഹരമാണ്. അവിടുത്തെ എല്ലാം നിങ്ങൾ പോയവരാണ്, അല്ല അതിമനോഹരമാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജില്ലയിലെ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളുമായിട്ട് ലിങ്ക് ചെയ്യാൻ നല്ലൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ടൂറിസം ഒന്നും ശക്തിപ്പെടുത്തണമെന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ഒരു കോളേജ് നമുക്കവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഉടുമ ഗവൺമെൻറ് കോളേജ്. ആ കോളേജിനെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കണം. ഏറ്റവും പിന്നെ ശക്തമായ ഒരു നല്ല അക്കാദമിക് തലത്തിലും മറ്റേ എല്ലാ തരത്തിലും ആ കോളേജിനെ ഒന്ന് ശക്തിപ്പെടുത്തിയെടുക്കണം. കോളേജ് തുടങ്ങിയതുകൊണ്ട് വന്നുകൂടാ, തുടങ്ങുന്നതിലല്ല കിടക്കുന്നത്, പിന്നീട് ആ കോളേജിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലാണ്. അതല്ലെങ്കിൽ IHRD കോളേജ് തുടങ്ങിയിട്ട് കിടക്കുകയാണ്. അങ്ങനെയല്ല, ഈ കോളേജിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും വേണം, അതിൻ്റെ പ്രൊഫഷൻസി വർദ്ധിപ്പിക്കണം, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളുകളുടെയും നിലവാരം ഒന്നുകൂടി ശക്തിപ്പെടുത്തും. അടിസ്ഥാന സൗകര്യത്തിന് കുറവ് വന്ന ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ കൂടി സ്കൂൾ കോളേജ് മേഖലയിൽ നടത്തും. റോഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ധാരാളം റോഡ് മെക്കാഡം ആൾക്കാർ ചെയ്തിട്ട് നല്ല റോഡുകളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഏതെല്ലാം റോഡുകളാണോ അവശേഷിക്കുന്നത് ആ റോഡുകൾ മുഴുവൻ ചെയ്യും. അരമനപ്പടി ഉൾപ്പെടെയുള്ള 2 പാലങ്ങളുടെ പ്രപ്പോസൽ ഇപ്പോൾ നിലവിലുണ്ട്. ആ 2 പാലങ്ങളും അടിയന്തരമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ നടത്തും. പ്രഥമ പരിഗണന ഈ പിന്നെ അരമനപ്പടി പാലത്തിന് നൽകും. അത് ഉടനെ തന്നെ അതിൻ്റെ പിന്നെ പണി ആരംഭിക്കത്തതിൻ്റെ കാര്യങ്ങൾ നീക്കും. ഇതാണ് പ്രധാനമായും ഉള്ളത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലും മറ്റെല്ലാ മേഖലയിലും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് തൊഴിൽ നൽകുന്ന സംരംഭം എന്നതിൽ തന്നെയാണ്. തൊഴിൽ സംരംഭം പിന്നെ നമുക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന കുറച്ചും കൂടി സംരംഭങ്ങൾ വേണം. അത്ര എളുപ്പമെന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ എന്തുണ്ടെങ്കിലും ഒന്ന് ഇപ്പോൾ നമ്മുടെ സ്പിന്നിങ് മില്ലുണ്ട്, അതിനെ ഒന്ന് കുറേയും കൂടി ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ സ്പിന്നിങ് മില്ലിനെ വികസിപ്പിച്ചെടുക്കണം. പുതിയ വ്യാവസായിക മേഖലയിലേക്ക് കടക്കാൻ കഴിയുമെന്ന് നോക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ പുതിയ വ്യവസായങ്ങൾ ഏതെങ്കിലും പുതിയ വ്യവസായ മേഖലയിലേക്ക് കടന്ന് കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പെരിയയിലൊരു എയർ സ്ട്രിപ്പിനെ സംബന്ധിച്ച് ഒരു പ്രപ്പോസൽ ഇപ്പോൾ നിലവിലുണ്ട്. അത് ഈ ടൂറിസം വികസനത്തിന് അത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. വിദേശത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകളിലേക്ക് വരാൻ അത്യാവശ്യം നമ്മുടെ എയർ കണക്ടിവിറ്റിക്ക് അത് വലിയ ഗുണം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് എയർ സ്ട്രിപ്പ് അടിയന്തരമായും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടുന്ന ഇടപെടൽ നടത്തും. ചില പ്രോജക്റ്റുകളിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ ഇടപെടുന്നതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ, ആരോഗ്യ, സാംസ്കാരിക, ടൂറിസം മേഖലകളിലും അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ഒക്കെ ഉണ്ട്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഒരു പദ്ധതി പ്രോജക്റ്റ് നിലവിലുണ്ട്. കുറച്ചും കൂടി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ മൊത്തത്തിൽ മണ്ഡലത്തിൽ ഏറ്റവും നൂതനമായ ചില പദ്ധതികൾ കൊണ്ടുവരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെന്തെല്ലാം സാധ്യതകളുണ്ട് ആ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതെ, MLA ഓഫീസ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കാസർഗോഡ് തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഉടുമ മണ്ഡലത്തിൽ കാസർഗോഡ് വളരെ അടുത്തായതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല, താമസത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. വേറെ പിന്നെ എൻ്റെ സ്വന്തം നാട്ടിൽ നമുക്ക് വീടുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് അപ്രോപ്പറായിട്ട് താമസിക്കാൻ ഒന്നുമില്ല, കുറച്ച് സൗകര്യം കൂടുതലായിട്ട്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഓഫീസ് ഇപ്പോൾ ചട്ടഞ്ചാലാണ് കുഞ്ഞിരാമൻ്റെ ഓഫീസുള്ളത്. ഈ ചട്ടഞ്ചാല് തന്നെ പിന്നെ
ഓഫീസ് തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ ചട്ടഞ്ചാല് CPM-ൻ്റെ ഓഫീസിനകത്തൊരു മുറിയാണ്. അത് ആ മുറി തന്നെ മതിയോ അതല്ല ഒരു പ്രത്യേക ഓഫീസ് വേണോ എന്നത് സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കട്ടെ. ഏതായാലും ചട്ടഞ്ചാലായിരിക്കും MLA ഓഫീസിൻ്റെ ആസ്ഥാനം. ചട്ടഞ്ചാലാണ് ഓഫീസ് ഉദ്ദേശിക്കുന്നത്. കേരളം പോലത്തെ സ്ഥലത്ത്, പ്രത്യേകിച്ച് മലബാർ പോലുള്ള സ്ഥലത്ത് കഴിഞ്ഞ ഒരു 5-6 പതിറ്റാണ്ട് കാലമായി ജാതി വ്യവസ്ഥക്കെതിരായി വലിയ പോരാട്ടം നടന്ന ഒരു നാടാണിത്. ജാതി വ്യവസ്ഥ, ജാതിയില്ലാതെ നാളേക്ക് ആവില്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. ജാതി വ്യവസ്ഥക്കെതിരായി ഒരു മതനിരപേക്ഷ മനസ്സ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെയാണ് പറയുന്നത് എന്തറിയോ, എൻ്റെ ജാതി, എനിക്ക് ഇത്ര വോട്ട് എൻ്റെ ജാതിക്കുണ്ട്, ആ വോട്ട് മുഴുവൻ എനിക്ക് കിട്ടും എന്ന് ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ആ ജാതിക്കാരെല്ലാം വോട്ട് ചെയ്യുന്നതാണോ? അത് എഴുതാറില്ല. അത് ഒരു ജാതികളാണ്. അത് നടക്കുന്നതല്ല കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെയും ഒരു സ്ഥിതി. ഇവിടെ തീരെ നടക്കില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, എൻ്റെ ജാതിക്ക് ഇത്ര വോട്ടുണ്ട്, ആ ജാതിക്കാരെല്ലാം എനിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മറ്റ് ജാതികളിലെല്ലാം പിന്നെ ഞങ്ങളെല്ലാം എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് മറ്റ് പല ജാതിക്കാരും അത് തിരിഞ്ഞു വന്നു. ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന വലിയൊരു സെക്യുലർ സമൂഹമുണ്ട്. അവർ പൂർണ്ണമായും LDF പിന്തുണച്ചു. അപ്പോൾ മറ്റ് ജാതിക്കാരും തന്നു. ജാതിക്ക് അതീതമായി ചിന്തിക്കുന്ന വലിയൊരു സെക്യുലർ ജന വിഭാഗം കൂട്ടുന്നത്. അതാണ് ഈ 13,000 ഭൂരിപക്ഷത്തിനെത്താൻ കാരണം. 10,000 വോട്ട് പുതുതായി വന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിലപേശലാണ്. എൻ്റെ ജാതിക്ക് എത്ര വോട്ടുണ്ട്, ആ വോട്ടെല്ലാം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് വിലപേശുന്നത് അതൊരു നില ശരിയല്ല. നമ്മുടെ പോലൊരു സമൂഹത്തിൽ അത് അത്ര പ്രാവർത്തികമാകുന്നതല്ല. അതിൻ്റെ അനുഭവ പാഠമാണ് നമുക്ക് ദുബായിൽ കണ്ടത് എന്നാണ്. എല്ലാ ജാതിക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ മതത്തിൽപ്പെട്ടവരും ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഇത്തവണ അണിനിരന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഭൂരിപക്ഷം കിട്ടാണ്ട് കാണുന്നത്. അന്താരാഷ്ട്ര സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് ഓൺലൈൻ പ്രൊപ്പോസൽ നേരത്തെ സമയത്ത് ഒരു ക്യാമ്പസ് കോളേജിൽ അവിടെ നാട്ടിലെ കുട്ടികൾക്ക് അന്താരാഷ്ട്ര സർവകലാശാലയിൽ പഠിക്കാൻ വേണ്ടി ഒരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? ഇപ്പോൾ ഉദുമയിൽ നിലവിൽ അവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉദുമയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേരളയാണ് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി. അത് കാസർഗോഡാണ്, കാസർഗോഡ് ഉദുമയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനം എന്ന നിലയിൽ ആ സ്ഥാപനം വഴി നമുക്ക് എത്ര കണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉയരാൻ കഴിയുമോ അതെല്ലാം ഒരു ഭാഗത്ത് നടക്കും. MLA-യുടെ ഇടപെടലുകളുണ്ട്, സ്വാഭാവികമായിട്ടും MP-യുടെ ഇടപെടൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടലിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായി നടക്കും. ഒന്ന് അതിന് പുറമെയാണ് ഗവൺമെൻറ് കോളേജ് അവിടെ അനുവദിക്കപ്പെട്ടത്. അനുവദിക്കപ്പെട്ടിട്ട് ഇപ്പോൾ PG വരെ ഉണ്ട് അവിടെ. അനുവദിക്കപ്പെട്ട കോളേജിൻ്റെ ബാലാരിഷ്ടത മാറിയിട്ടില്ല. ഒരു ചെറിയ പിരീഡായിട്ടുള്ളൂ. ആ കോളേജിനെ ഇപ്പോൾ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിനെ സമാക്കാൻ ഇപ്പം പറ്റില്ല. കാരണം കാസർഗോഡ് കോളേജ് 50 കൊല്ലം മുമ്പ് വന്ന കോളേജാണ്. പക്ഷേ ആ കോളേജിനെ നമുക്ക് ശക്തിപ്പെടുത്തണമെങ്കിൽ അത് പുതിയ കോഴ്സുകൾ വേണം. ആ കോളേജിൽ പുതിയ സംവിധാനങ്ങൾ വേണം. അത് ഈ ഏറ്റവും മോഡേണായ കോഴ്സുകൾ പഠിപ്പിക്കാൻ കഴിയുന്ന സ്ഥാപനമാക്കി മാറ്റണം, അപ്ഡേറ്റ് ഇടാനായി. അപ്പോൾ അതിന് അല്ലാണ്ട് പരമ്പരാഗതമായ നമ്മളെ BA BSc അതല്ല ഇനി വേണ്ടത്. ഏറ്റവും മോഡേണായ കോഴ്സുകൾ പഠിപ്പിക്കുന്ന നിലയിലേക്ക് അതിനെ മാറ്റണം. അതിന് ആവശ്യമായ നിലയിൽ യൂണിവേഴ്സിറ്റിയും ഗവൺമെൻറ്റും ഇടപെട്ട് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള ഇടപെടലുകൾ നടത്തുക. കാരണം പോസ്റ്റിംഗ് വേണ്ടേ? ഇപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് കോഴ്സ് പോകുന്നത് പോസ്റ്റിംഗ് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് അതിൻ്റെ ഗവൺമെൻറ് കാര്യമായി ഇടപെട്ടാൽ മാത്രമേ നടക്കൂ. ഏതായാലും ഗവൺമെൻറ് കോളേജിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്തി പുതിയ കോഴ്സുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം കൂടി ഒന്ന് പരിശോധിക്കണം. എന്താണെന്ന് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചതിന് ശേഷം അതിപ്പോൾ അത് മാരിടൈം യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് മാരിടൈം സ്ഥാപനങ്ങളാകെ. മഞ്ചേശ്വരം പരിപാടി ശ്രമിച്ച് അത് വന്നു, ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ക്ലാസ്സുകൾ തുടങ്ങി, സ്ഥലം കണ്ടെത്തി, വാടക കെട്ടിടത്തിലാണ് തുടങ്ങിയത്. അത് ഗവൺമെൻറ് മാറി, പിന്നെ MLA മാറിയപ്പോൾ പെട്ടെന്ന് അവർ എറണാകുളത്ത് കൊണ്ടുപോയിട്ട് എറണാകുളത്ത് അത് വലിയ സ്ഥാപനമായി നടക്കുന്നുണ്ട്. മാരിടൈം യൂണിവേഴ്സിറ്റിയിലേക്ക് മാരിടൈം കോഴ്സ് കിട്ടുമോ ഒന്ന് പരീക്ഷിക്കും. അത് കിട്ടുമെങ്കിൽ അത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും.
മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് മഞ്ചേശ്വരത്തിൻ്റെ അതേപോലെ ഡിറ്റോയിട്ട് എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഏതായാലും മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് നിലവിലുള്ള മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഒന്ന് നോക്കും, ഒന്ന് ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ അതല്ലാതെ ഏതെങ്കിലും പുതിയ നൂതനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടി നോക്കട്ടെ എന്താണെന്ന്, അതിനെന്താണ് സാധ്യത എന്ന് നോക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത, കാരണം നമുക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമാണ് ഇവിടെ. ഗവൺമെൻറ് കയ്യിൽ ധാരാളം സ്ഥലമുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആവട്ടെ മറ്റൊന്നാവട്ടെ നമുക്ക് നല്ല സ്ഥലമുണ്ടാവും. ആ സ്ഥലം പ്ലാന്റേഷൻ്റെ സ്ഥലം അങ്ങനെ എടുക്കാൻ കഴിയില്ല, പ്ലാന്റേഷൻ വേറെ സ്ഥലം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥലം ലഭ്യമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഉദുമ മണ്ഡലം കാസർഗോഡ് ജില്ലയിൽ. ആ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് നോക്കട്ടെ. പുതിയ പുതിയ സംരംഭങ്ങൾ വന്നേ പറ്റും. വികസനം എന്ന് പറയുന്നത് റോഡ് മാത്രമാണ് എന്നൊരിക്കലും കാണരുത്. കുറച്ച് റോഡാക്കിയാൽ വികസനമായി ഞാൻ കാണുന്നില്ല. അതായിരുന്നു മഞ്ചേശ്വരത്ത് ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. എല്ലാ രംഗത്തും നമുക്ക് വികസനത്തിൻ്റെ ഒരു വൈവിധ്യവൽക്കരണം നടത്തണം. അത് സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അത് കൂട്ടായ ചർച്ചയിലൂടെയും തീരുമാനത്തിലൂടെയാണ് വേണ്ടത്. MLA മാത്രം തലയിൽ കുതിക്കുന്ന കുറേ കാര്യങ്ങളല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനങ്ങളെടുക്കാം. അതിന് മാക്സിമം കാര്യങ്ങൾ ചെയ്യാം. കാസർഗോഡ് പാക്കേജ് എന്ന് പറഞ്ഞത് നമ്മൾ പ്രഭാകരൻ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് നിലവിലുണ്ട്. അതിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതാണ് സമയബദ്ധമായി പൂർത്തിയാക്കേണ്ടത്, അതെല്ലാം നടത്തുന്നത്. ആ പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഓരോ കാലത്തും ബഡ്ജറ്റ് തുക അനുവദിക്കണം സർക്കാർ. ഇത്തവണ തുക അനുവദിച്ചിട്ടുണ്ട്. ആ തുകയിൽ നിന്ന് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും MLA ജില്ലയിലെ MLA ഒക്കെ ഇരുന്നിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്ത വർഷം പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപ്പിലാക്കേണ്ടുന്ന അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ നോക്കിയിട്ട് അതിന് പണം കൂടുതൽ കിട്ടണമെങ്കിൽ ആ പണം കൂടുതൽ കിട്ടാൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ആലോചിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും. കുറച്ചും കൂടി അധികം കാര്യങ്ങൾ. അപ്പോൾ ബഡ്ജറ്റിലെ പണം പ്ലസ് കിഫ്ബി തുടരുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പണം, പിന്നെ പ്രഭാകരൻ കമ്മീഷൻ പിന്നെ കിട്ടുന്ന പണത്തിൽ കുറച്ചുകൂടി വർദ്ധിച്ച് വെച്ചാൽ അത് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന പണം, ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ കൂടുതൽ നടപ്പിലാക്കാൻ കഴിയുമോ അത് മുഴുവൻ നടപ്പിലാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത്. നിലവിലിപ്പോൾ നമ്മുടെ ജാൻസൂർ റോഡ് ചുള്ളിയിലേക്ക് വഴി മൈസൂർ ബാംഗ്ലൂർ, തെക്കിൽ ആലട്ടി റോഡ്, ഈ ആലട്ടി എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തിയാണല്ലോ, അവിടെ നിന്ന് ചുള്ളിയിലേക്ക് ഇപ്പോൾ റോഡ് കണക്ടിവിറ്റി ഉണ്ട്. അത് നല്ല യാത്രാ സൗകര്യമുള്ള റോഡാണ്. ദെൻ മൂന്നാമത്തെ റോഡാണ് പാണത്തൂർ വഴി പോകുന്ന റോഡ്. ഈ 3 റോഡുകളും അന്തർ സംസ്ഥാന റോഡുകളാണ്. ഇത് 3 ചുള്ളിയ വഴി മൈസൂർ വഴി ബാംഗ്ലൂരിലേക്ക് പോകുന്ന റോഡ് അങ്ങനെയാണ്. ഇതിൽ ബന്ദരക്ക തെക്കിലാലട്ടി റോഡ് ഇപ്പം ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പിന്നെ അതിനപ്പുറമുള്ള ചുള്ളിലേക്ക് പോകുന്ന റോഡും യാത്ര നല്ല സൗകര്യമുള്ള റോഡാണ്. അത് കുറേ കൂടി വികസിപ്പിച്ച് മറ്റേ 2 സ്റ്റേറ്റുകൾ അടങ്ങിയതാണ്. അത് കുറേ കൂടി ശക്തമായി വികസിപ്പിച്ച് നമുക്ക് കർണാടകയുമായിട്ട് കണക്ടിവിറ്റി കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ ഇനിയും വേണ്ടി വന്നാൽ അത് നടത്തും. ഇപ്പോൾ തന്നെ നമ്മുടെ റോഡ് നന്നായി. തെക്കിലാലട്ടി റോഡ് ഏകദേശം 100 കോടിയിൽ പരം രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ കിഫ്ബിയിലത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അത് മെച്ചപ്പെട്ട റോഡാണ്. അതുപോലെ തന്നെ കുറ്റിക്കോലിൽ നിന്ന് പിന്നെ ഇവിടത്തേക്ക് ഗോപിക്കാനത്തേക്ക് വരുന്ന റോഡ് അത് കിഫ്ബി വഴിയാണ്. അത് നല്ല റോഡായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ചില ടൗണുകൾ ഒന്ന് വികസിക്കുന്നുണ്ട്. ഇപ്പോൾ ബോവിക്കാനം ടൗൺ ഇപ്പോൾ പോരാ, കുറച്ചും കൂടി ഒന്ന് വികസിപ്പിക്കുന്നുണ്ട്. പിന്നെ മേൽപ്പറമ്പ് ടൗൺ ഒന്ന് വികസിക്കുന്നുണ്ട്, പാലക്കുന്ന് ഒന്ന് വികസിക്കുന്നുണ്ട്. അങ്ങനെ ടൗൺ ഒരു മിക്കവാറും ടൗണുകളുടെ വികസനത്തിന് വേണ്ടി മാത്രം ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. അത് ഒന്ന് ആലോചിക്കുന്നുണ്ട്. ടൗൺ ഡെവലപ്മെൻറ്റ് മുമ്പ് ഞാൻ കുമ്പളയിൽ ചെയ്തിരുന്നു. അതുപോലെ ഇപ്പോൾ ടൗൺ ഡെവലപ്മെൻറ്റ് എന്ന നിലയിൽ ചില സ്ഥലങ്ങളിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും അതിന് സാധിക്കും. കുണ്ടംകുഴിയിൽ അതിന് സാധ്യതയില്ല, കുറ്റിക്കോൽ സാധ്യതയുണ്ട്, ബന്ദരക്കൽ സാധ്യത കണ്ട് ഇടുങ്ങിയതാണ്. അവിടെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, ബന്ദരക്ക ടൗണിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ വന്ന റോഡുകൾ തന്നെ അതോട് ഏകദേശം ഉണ്ടായിരുന്നു. എന്നാൽ പാലക്കുന്നും ഉടുമയും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതൊക്കെ ഒന്ന് ടൗൺ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രത്യേക പ്ലാനും കൂടി ഉണ്ടാകും. അപ്പോൾ ടൗണൊന്നും ഭംഗി ബ്യൂട്ടിയാവും ടൗണുകൾ. നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പരിധിയിൽ വരുന്നല്ലോ, അത് തീരുമാനിക്കേണ്ട സ്ഥലങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് നമുക്ക് നീങ്ങാം. ഇപ്പോൾ അതിന് വലിയ ഒരു ഇതായിട്ട് കാണേണ്ടതില്ല. അതെന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ പ്രചാരണ സമയത്ത് യുഡിഎഫ്
എൻഡോസൾഫാൻ പ്രതിരോധത്തിന് പുനരധിവാസങ്ങളാണ് റിഹാബിലിറ്റേഷൻ വില്ലേജ് നേരത്തെ ഭയങ്കരമായ പരിപാടികൾ കൊണ്ട് താല്പര്യമുണ്ട്. പക്ഷെ അതിനുശേഷം അതിന് മുകളിൽ ഒരു കല്ല് വെക്കാൻ നിലവിൽ ഗവൺമെന്റ് സ്ഥാപിച്ചില്ല എന്നതിന് വലിയൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? ഈ എൻഡോസൾഫാൻ റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ സ്ഥലമേറ്റെടുത്ത് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഈ ആ റിഹാബിലിറ്റേഷൻ സെൻറ്റർ അതിൻ്റെ പ്രോജക്റ്റ് അനുസരിച്ച് പൂർത്തീകരിക്കാൻ ഇടപെടും. കാരണം ഈ എൻഡോസൾഫാൻ റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൽ ഒന്നാണ്. എല്ലാ പരിഹാരം അതുകൊണ്ടാകുന്നില്ല, ഒരു പരിഹാരമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ എന്തെല്ലാമാണ് സ്കീം, ഇപ്പോൾ വീടാണെങ്കിൽ വീട്, മറ്റ് സൗകര്യങ്ങൾ എന്തെല്ലാമാണോ ആവശ്യം, ബഡ്സ് സ്കൂളാണെങ്കിൽ അത്, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നല്ലേ അതിൻ്റെ സ്കീം. ആ സ്കീം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇടപെടുമെന്നതിനകത്ത് ഒരു തർക്കം വേണ്ട. കാരണം അത് ഉള്ളത് നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണ്. എൻഡോസൾഫാൻ വിഷയത്തിൽ ശക്തമായി ഇടപെടും. നേരത്തെ തന്നെ മഞ്ചേശ്വരം MLA ആയിരിക്കുമ്പോഴാണ് എൻഡോസൾഫാൻ വിഷയം ഏറ്റവും ശക്തമായി നിയമസഭയിൽ ഉന്നയിച്ചതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ എനിക്ക് തോന്നുന്നു. പഴയ ആളുകൾക്ക്, പഴയ മാധ്യമപ്രവർത്തകർ നന്നായിട്ട് അറിയാം. അന്നാണ് തുടങ്ങിയത്. DS വന്നതിന് ശേഷം ആദ്യത്തെ 50,000 വെച്ച് രൂപ കൊടുത്തു, പിന്നെ പെൻഷൻ തുടങ്ങി. അങ്ങനെ അത് മാത്രം കൊണ്ട് എൻഡോസൾഫാൻ വിഷയം തീരുന്നതല്ല. അപ്പോഴാണ് പിന്നെ പുതിയ ഈ റിഹാബിലിറ്റേഷൻ്റെ വന്നത്. അപ്പോൾ അതിന് സ്ഥലം കണ്ടെത്തിയത് മുളിയാർ പഞ്ചായത്താണ്. അവിടെ ആ സ്കീം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കട്ടെ അത് എന്താണ് തടസ്സം നോക്കിയിട്ട് ചെയ്യാം. അത് ഇടപെടാം. ഒരാളെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് വരുത്തിയിട്ട് നോക്കണം. എന്താണ് എവിടെയാണ് അതിൻ്റെ തടസ്സം നീക്കാനാണ് ഇടപെടും. ഓരോന്നിലും ഇടപെട്ട് നമുക്ക് ചെയ്യാം. കൃഷിയൊക്കെ ഭയങ്കര ചൂടായിട്ട് ഏറ്റവും വർദ്ധിച്ചു വരുന്ന 15 നഗരങ്ങളിൽ കേരളത്തിലെ 6 നഗരങ്ങളുണ്ട്. കോഴിക്കോട്, എറണാകുളം അടക്കം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ കാസർഗോട്ടെ സാഹചര്യം മറ്റുള്ള വർഷങ്ങളായിട്ടില്ല, ഏതാണ്ട് 1000 ആ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടാണ് ടാറ്റാ കോവിഡ് ആശുപത്രി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 7 മാസമായിട്ട് നമുക്ക് 120 ബെഡ് മാത്രം സജ്ജീകരിക്കാനും സാധിക്കും. 250 ബെഡ് പെട്ടെന്ന് കേന്ദ്രമായി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ 550 ബെഡ് ടാറ്റ കൈമാറിയിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കാണുന്നില്ല? നമ്മളത് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ട് അതിലേക്ക് കടന്നാൽ ആ സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും റെസ്പോൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ അത് ശരിയാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടോ ചെയ്യില്ല, പോരാ. ചികിത്സാ സൗകര്യം കൂടി വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈ കോവിഡ് ആശുപത്രി ടാറ്റ എന്തായാലും ആ ഷെഡങ്ങ് കെട്ടി കപാലാശം അത് അങ്ങ് കെട്ടിയിട്ട് അവർ പോയല്ലോ, വിട്ടിട്ട് അവർ കൈമാറിപ്പോയല്ലോ. ഇനി എന്താ വേണ്ടത്? അവിടെ ബെഡിട്ടൊന്നും മാത്രം കാര്യമില്ല. ബെഡ് വേണം 750,000 നമുക്ക് സ്പോൺസർ ചെയ്ത് കുടിക്കാം. ഡോക്ടറും മറ്റ് സംവിധാനങ്ങളും വേണം. അവിടെ ലാബ് വേണം, എക്സ്റേ യൂണിറ്റ് വേണം. അവിടെ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ വേണം. അത് എത്രയോ കോടിക്കണക്കിന് രൂപ വേണം. എക്യുപ്മെൻറ്റ്സ് വേണം, സ്റ്റാഫ് വേണം. ആവശ്യത്തിന് ഇപ്പോൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ഹോസ്പിറ്റലാണ്, സ്പെഷ്യാലിറ്റി ആണോ, അങ്ങനെയാണെങ്കിൽ എത്ര ഡോക്ടർമാർ, എത്ര നഴ്സുമാർ, എത്ര മറ്റ് ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ, ഇത് നോക്കിയിട്ട് ആ ജീവനക്കാരെ നിയമിച്ച് കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. കാരണം ഇപ്പോൾ കുറച്ച് സമയമായതുള്ളൂ. അതുകൊണ്ട് കോവിഡ് വന്നു, ഒരു ആശുപത്രി കെട്ടിയിട്ടു, എന്താ ആവാത്തതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാഫ് വേണ്ടേ. അതിനാണ് സ്റ്റാഫ് ക്രിയേഷൻ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് 10,900 സ്റ്റാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത സ്റ്റാഫിനെ അത്രയും ആളുകൾ എടുക്കണം. അതിനുള്ള പ്രോസസ്സ് ഉണ്ട്. അത് PSC വഴിയായാലും മറ്റു വഴിയായാലും എടുക്കണം. ആ എടുത്തു കഴിഞ്ഞാൽ അവരിവിടെ പോസ്റ്റ് ചെയ്ത് കിട്ടണം. അതിനാണ് ഇടപെടേണ്ടത്. നമുക്ക് ആവശ്യത്തിന് ഡോക്ടർമാരും സ്റ്റാഫും വന്നു കഴിഞ്ഞാൽ പിന്നെ ബെഡൊന്നൊരു പ്രശ്നമല്ല. നമുക്കതിനകത്ത് മുഴുവൻ ബെഡാക്കാം. ബെഡ് വേണമെങ്കിൽ നമുക്ക് നാട്ടുകാരോട് മേടിക്കാം. ബെഡ് ഇപ്പോൾ സർക്കാരിൻ്റെ സഹായം വേണ്ട. പക്ഷേ ഇത് സർക്കാർ തന്നെ ചെയ്യേണ്ടത്. നമുക്ക് അതാണ് ഇടപെടുന്നത്. ഇടപെട്ടിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ കയ്യിലുണ്ട്. അവിടുത്തെ റോഡൊക്കെ ശരിയാകുന്നുണ്ട്. ആ സ്ഥാപനത്തെ ഇനി പടിപടിയായി ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനാവശ്യമായ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും പിന്നെ എക്യുപ്മെൻറ്റ്സുമാണ് വേണം. അതിന് കുറേ പണം വേണം. ആ പണമാണ് സർക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്. അത് ഒറ്റയടിക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. അത് നമുക്ക് പരമാവധി ഒരു കാര്യമുണ്ട്. ഒരു 5-10 കൊല്ലം കൊണ്ട് കാസർഗോഡ് നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി മംഗലാപുരത്ത് ഒരാളും പോകില്ല എന്ന് ഉറപ്പു. നമ്മൾ മെഡിക്കൽ കോളേജ് ഒരു ഭാഗത്താകുന്നു, കോവിഡ് ആശുപത്രിയായ അഥവാ ടാറ്റ ആശുപത്രി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പിന്നെ കാസർഗോഡ് ഇപ്പോൾ പുതിയ കെട്ടിടം കൂടി വരുന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി ബെഡ് കൂടും. അത് ജനറൽ ആശുപത്രിയായിട്ട് മാറിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രി ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുക.
ഇങ്ങനെ വന്നാൽ നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി മംഗലാപുരത്തേക്ക് പോകുന്നത് ഒഴിവാക്കിയാക്കുന്നത്. കാരണം നമ്മൾ അനുഭവിച്ചല്ലോ മംഗലാപുരത്ത് പോയി. മാത്രമല്ല മംഗലാപുരത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ ഭേദമായി വരുന്നൊരു കാലമല്ല, സുഖപ്പെട്ട് വരുന്നൊരു കാലഘട്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജില്ലയിലും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തും തന്നെ എല്ലാവർക്കും ചികിത്സ കൊടുക്കാൻ കഴിയത്തക്ക നിലയിലേക്ക് നമുക്ക് കൂട്ടായി ആലോചിച്ച് ചെയ്യാം. മറ്റു ദിവസം അതെന്നല്ല ഞാൻ പറഞ്ഞു, അതാണ് നമ്മുടെ വിഷൻ. അത് നമുക്ക് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞത് ആരോഗ്യ മേഖലക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്സിജൻ ഇല്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇനി മംഗലാപുരക്കാരൻ ഓക്സിജൻ തരുന്നില്ല, അയ്യോ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടു. വേണ്ട, നമുക്ക് ഓക്സിജൻ പ്ലാന്റ് ഉണ്ടാക്കാം. ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്തിട്ടുണ്ട്. ആ ഓക്സിജൻ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജില്ലയ്ക്ക് ആവശ്യമായ ഓക്സിജൻ ഉണ്ടാക്കുന്നു, നമ്മൾ വേണ്ടി വന്നാൽ മറ്റവർക്ക് കൊടുക്കുന്നു. ഇനി ആരോഗ്യ മേഖലയ്ക്ക് മാത്രം ഒത്തിരി ഓക്സിജൻ വേണ്ട, നമുക്ക് വ്യവസായ മേഖലയ്ക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഓക്സിജൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും പെട്ടെന്ന് അടിയന്തരമായിട്ട്. പ്രോജക്റ്റ് DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ നമുക്ക് കോവിഡ് ആശുപത്രി ശക്തിപ്പെടുത്തിയെടുക്കുന്നു. ആവശ്യമായ ഡോക്ടർമാരെ കിട്ടിയാൽ തന്നെ പകുതി പ്രശ്നം തരും. എല്ലാം ചെയ്യും. അതേത് അത് അത് പ്രൈവറ്റ് മേഖല എടുക്കാൻ അല്ല, ഭൂമി കൊടുത്തിട്ടുണ്ട്. അല്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ബേക്കൽ ടൂറിസത്തിനാണ് ഭൂമി. BRDC ആ ഭൂമി ലീസിന് കൊടുത്തിട്ടുണ്ട്. ഈ ലീസിന് കൊടുത്ത ഭൂമിയിൽ അവർ പ്രൈവറ്റ് ഏജൻസിയാണ് ഇത് കിട്ടുന്നത്. ഇവർ കെട്ടിയാലും കെട്ടിയിട്ടില്ലെങ്കിലും BRDCക്ക് എന്ത് കിട്ടും? ലീസിൻ്റെ എമൗണ്ട് കിട്ടും. പക്ഷെ അത് പൂർത്തിയാക്കാത്തതിനുള്ള കാരണം ഒന്നുകിൽ ആ ഏറ്റെടുത്തവർക്ക് അതിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ ഇവിടെ അതിനനുസരിച്ച് ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് വന്നിട്ട് കാണും. അത് എന്താണെന്നത് പരിശോധിച്ച് ചെയ്യേണ്ട വിഷയമാണ്. പകുതിക്ക് കിടക്കുന്നത് ആ പറഞ്ഞ ശരിയാണ്. പകുതിക്ക് കിടക്കുന്നത് നമുക്ക് അവരുടെ പ്രതിസന്ധി ഉണ്ടാവും. കാരണം ഇപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതിപ്പോൾ അവരുമായി ചർച്ച ചെയ്തിട്ട് ഒന്നുകിൽ അത് സർക്കാരിന് BRDCക്ക് തന്നെ വിട്ടുകൊടുക്കും. BRDCക്ക് വിട്ടുകൊടുക്കുന്ന കാര്യമില്ല. എന്തറിയോ, BRDCക്ക് വിട്ടുകൊടുത്താൽ കിട്ടുന്ന റെൻറ്റ് പോലും ഇല്ലാതാവും. ഇപ്പോൾ ഭൂമിയിൽ റെൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ പറയാം, KTDCക്ക് അവിടെ ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ KTDCക്ക് അഞ്ചേക്കർ വന്നപ്പോൾ KTDC അതിന് ലീസ് എമൗണ്ട് അടക്കുന്നുണ്ട് വർഷാവർഷം കൃത്യമായി. BRDCയുടെ വരുമാനം അവിടുത്തെ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ലീസ് എമൗണ്ടാണല്ലോ. ഇനി നമ്മൾ ഈ പ്രൈവറ്റുകാർക്ക് കൊടുത്ത ലീസിൻ്റെ കൊടുത്ത പ്രോപ്പർട്ടിയിൽ പകുതിക്ക് കെട്ടിയ കെട്ടിടം അത് BRDCക്ക് വിട്ടുകഴിഞ്ഞാൽ BRDCക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അവരെ തന്നെ വിളിച്ചിട്ട് അവർക്കോ അല്ലെങ്കിൽ പുതിയ ഏജൻസിക്കോ കൊടുത്ത് അവർ ടെർമിനേറ്റ് ചെയ്ത് പുതിയ ഏജൻസിക്കോ കൊടുത്ത് അത് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നോക്കാം. എന്താണെന്ന് പഠിക്കട്ടെ. ആ വിഷയങ്ങൾ BRDCയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകും. BRDCയുടെ പ്രവർത്തനത്തിൽ നമ്മൾക്ക് അറിയണം. BRDCയുടെ പ്രവർത്തനത്തിൽ BRDCക്ക് ഒരു ഗവൺമെൻറ് സമിതിയുണ്ട്. അതിൽ BRDCക്ക് ഒരു നല്ല ഉദ്യോഗസ്ഥർ, പലപ്പോഴും നമുക്ക് നല്ല ഉദ്യോഗസ്ഥന്മാരെ കിട്ടുന്നില്ല. ഒരു ശക്തനായ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് നമുക്ക് BRDCയെ ശക്തിപ്പെടുത്താൻ പറ്റും. അത് കാര്യമായ സംഗതി തന്നെയാണ്. നോക്കട്ടെ എന്താണെന്ന് എനിക്ക് അതറിയില്ല. ഞാൻ പഠിച്ചിട്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. അവിടെ ഭൂമി ഏകദേശം കൊട്ടിക്കുളം മേൽപ്പാലത്തിൻ്റെ ഭൂമിയിലെ കൃഷി പൂർത്തിയാക്കി തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ അത് കൊടുക്കാം. അതില്ലേ എല്ലാവിധ പിന്തുണയും തരും കേട്ടോ. എല്ലാവരും എല്ലാം സഹായിക്കണം. നിങ്ങളെ സഹായിച്ചാലേ കാര്യം നടക്കും.